നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന, ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ഡേ, ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആവാം, മാരേജ് ആവാം, വീട്ടിലെ നല്ല ഒരു ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ സെറിമണി ആവാം, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് ആവാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു സ്പെഷ്യൽ ഫീല്, ആ ഒരു സന്തോഷം, ആ നേടിയെടുത്ത അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലുള്ള നല്ല ഒരു ഫീൽ, ഇതില്ലാതാക്കുന്ന രീതിയിൽ നാർസിസ്റ്റിൻ്റെ ഒരു ബിഹേവിയർ ഉണ്ട്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് നല്ല ഫീലിങ്സ് ഇല്ലാതാക്കുന്ന ഒന്ന്. ഇത് എന്തുകൊണ്ടാണ് ഈ നാർസിസ്റ്റ് ബാക്കിയുള്ള ദിവസങ്ങളിലേക്കാൾ ഈ ഒരു ദിവസം ഇത്ര പ്രശ്നമുണ്ടാക്കുന്നത്? ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു മൂഡ് ഇല്ലാതാക്കുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചാനലും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്ത് സംശയം മനസ്സിലുണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നമ്മൾ നല്ല ഒരു കണ്ടൻ്റായിട്ട് വീഡിയോ ചെയ്ത് ഉത്തരം നൽകുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഹെൽത്തി പാർട്ട്ണർ ആണെങ്കിൽ ഒരു നല്ല സ്പെഷ്യലായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെൻ്റ് വരുന്ന സമയത്ത് അവർ ആ ഒരു മൊമെൻ്റ് നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കാനുമായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷെ ഒരു നാർസിസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നാർസിസ്റ്റ് ഏറ്റവും വേണ്ട ഒന്നാണ് അറ്റൻഷൻ, അഡ്മിറേഷൻ എന്ന് പറയുന്ന കണ്ടൻസ് ഒക്കെ. പക്ഷെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം, ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷസ് വരും, എല്ലാവരും നിങ്ങളെ വിഷ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഗിഫ്റ്റുകളൊക്കെ കിട്ടും. ഇവിടെ നിങ്ങളിലാണ് എല്ലാവരുടെയും കോൺസെൻട്രേഷൻ, ആ ഒരു ഫോക്കസ് ഇതിൽ നിങ്ങളിലേക്കാണ് വരുന്നത്, അവരിലേക്കല്ല പോകുന്നത്. ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. എല്ലാ ഒരു ഏരിയ, ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന എല്ലായിടത്തും പ്രശ്നത്തിൻ്റെ തുടക്കം ഇത് തന്നെയായിരിക്കും. അവർ ആഗ്രഹിക്കുന്ന ആ ഒരു അറ്റൻഷനും അഡ്മിറേഷനും നിങ്ങളിലേക്ക് കിട്ടുന്നത് അവർക്ക് അങ്ങ് ഡൈജസ്റ്റ് ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഇത് കുറച്ച് ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. കാരണം ഇതിനകത്ത് വലിയ ഒരു ടോക്സിക് മാനിപ്പുലേഷൻ ലൂപ്പ് വളരെ ഡീപ്പായിട്ട് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ്, ചിലപ്പോൾ ഒരു ബർത്ത്ഡേ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ആവാം, നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടി, ഇങ്ങനെ നിങ്ങളൊരുപാട് ആഗ്രഹിച്ചു നിന്ന ഒരു ദിവസം, ആ ഒരു ദിവസത്ത് നിങ്ങൾക്ക് കിട്ടാൻ ഉള്ള എല്ലാ സന്തോഷങ്ങളും സമാധാനവും സമ്മാനങ്ങളും ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റ്സും എല്ലാം ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊരു പാറ്റേൺ ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷവും എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹാപ്പി സ്പെഷ്യൽ മൊമെൻറ്റ്സ് വരുമ്പോൾ അതൊന്ന് എൻജോയ് ചെയ്യാനും അതിലുള്ള ഒരു സന്തോഷം ഉൾക്കൊള്ളാനും പറ്റാതെ വരും. ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് ഈ ഒരു സംഭവം ലൈഫിൽ നടന്നു വരുമ്പോൾ ഒരു ഹാപ്പി മൊമെൻറ്റ്സും നിങ്ങൾക്ക് വേണ്ട. എനിക്കതൊരു താല്പര്യമല്ല, പിന്നൊരു ദിവസം ആവാം, ഞാൻ പാർട്ടിക്കൊന്നും വരുന്നില്ല. ഇങ്ങനെ നിങ്ങൾ നല്ല നല്ല മൊമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. കാരണം ഈ നല്ല മൊമെൻറ്റ്സ് തന്നെ ഒരു ട്രോമയും കൂടെ, ഒരു ടോക്സിക് എൻവിറോൺമെൻറ്റും കൂടെ ഈ നാർസിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാർസിസ്റ്റിലേക്ക് വരുമ്പോൾ എല്ലായ്പ്പോഴും ഇവരായിരിക്കണം സെൻറ്റർ ഓഫ് അറ്റൻഷൻ. എല്ലാവരും ഇവരെ ശ്രദ്ധിക്കണം, ഇവരെ അഡ്മയർ ചെയ്യണം, എല്ലാവരും ഇവരെ ഫോക്കസ് ചെയ്യണം, ഇവരെ വിഷ് ചെയ്യണം, ഇവരെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കണം. ഇതാണ് ഇവർ 24/7 ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു നല്ല ലൈഫ്, നല്ല ഒരു മൊമെൻ്റ് വരുന്ന സമയത്ത് ഇതിലൊരു വ്യത്യാസം വരും. ഇവിടെ ഇവർ ശ്രദ്ധിക്കപ്പെടില്ല, അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. ബർത്ത്ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷസ് വരും, ചിലപ്പോൾ ഗിഫ്റ്റുകൾ കിട്ടും. ഒരു ഉയർച്ച വന്നാൽ, ഒരു ജോലിയിൽ ഒരു ഉയർച്ച വന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു പുരസ്കാരം കിട്ടും, നല്ല സാലറി കിട്ടും, നിങ്ങളുടെ ലൈഫ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആവും, നിങ്ങൾ ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവും. അങ്ങനെ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല സമയവും നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്.
അങ്ങനെ വരുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിന് ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. എൻ്റെ പാർട്ട്ണർ നല്ല ഒരു ഉയർച്ചയിലെത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ പാർട്ട്ണറിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു സർപ്രൈസ് കൊടുക്കണം, അവളുടെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞാനും കൂടെ ഒരു ഷെയർ കൊടുക്കണം, അവർക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ നല്ല പോസിറ്റീവായിട്ടും പറ്റുന്ന പോലെയൊക്കെ നല്ലൊരു ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനെങ്കിലും അവർ ശ്രമിക്കും. പക്ഷേ ഇവിടെ നാർസിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു ബിഹേവിയറൽ പാറ്റേൺസ് കാരണം ഇവർ ചിന്തിക്കുന്ന ചിന്തകളും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും കംപ്ലീറ്റ്ലി അങ്ങ് മാറും. ഒരു നാർസിസ്റ്റിക് പാർട്ട്ണറിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് പൂർണ്ണമായിട്ടും ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടു. എനിക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുന്നുണ്ടോ, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു സെൽഫിഷ് ചിന്തയായിരിക്കും അവിടെ വരുന്നത്. അല്ല എങ്കിൽ നിങ്ങളൊരു നേട്ടം, നിങ്ങൾക്കൊരു മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു ജോലിയിലൊരു ഉയർച്ച കിട്ടി, ഇത് നിങ്ങൾ പോയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അയാൾ പറയും ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ഇതിലും വലുതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണ് അപ്പം നീ വന്ന് പറയണത്, ഇതൊക്കെ ഒരു നേട്ടം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ആ ഒരു നേട്ടമോ നിങ്ങളുടെ ഹാർഡ് വർക്കോ അവർ കാണാനോ റെസ്പെക്റ്റ് ചെയ്യാനോ ശ്രമിക്കുകയേ ഇല്ല. അവിടെ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതൊരു ചെറിയ കാര്യമാണോ, നിങ്ങൾക്ക് തന്നെ ആ ഒരു സന്തോഷത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. കാരണം നിങ്ങൾ ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ വലിയൊരു നേട്ടം ഇത് നിസ്സാരമല്ലേ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ റിയാലിറ്റി കൂടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു വർഷത്തോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പരിശ്രമിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു വിജയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് വലിയ സ്ട്രഗിൾസിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷനോ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക. ആ ഒരു ദിവസം കംപ്ലീറ്റ്ലി റൂയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും നാർസിസ്റ്റിൻ്റെ ഈ ഒരു സെൽഫിഷ് ബിഹേവിയർ, ഞാൻ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് തുടക്കത്തിലെന്നല്ല ഒരു പരിധിവരെ ആർക്കും മനസ്സിലാവാറില്ല. ഇതിൻ്റെ കാരണം തന്നെ ഇവരുടെ ഈ ഒരു പ്രശ്നം ഇവരൊരുപാട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു റാൻഡം ആയിട്ടല്ലേ എന്ന് തോന്നാം, പക്ഷേ ഇതൊരിക്കലും റാൻഡം അല്ല. ഇതിൽ തന്നെ ഒരു പാറ്റേൺ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് എല്ലാ നാർസിസ്റ്റിക് അബ്യൂസ് സർവൈവേഴ്സും ഒരു റാൻഡമായിട്ടാണ് ഇവരുടെ ഈ ഒരു സ്വഭാവം എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ കാരണം റാൻഡമായിട്ടാണ് ഇവർ പെരുമാറുന്നത് തന്നെ. എല്ലാപ്പോഴും എല്ലാ സന്തോഷ നിമിഷങ്ങളിലും ഇവർ ദേഷ്യപ്പെടാനോ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ ഒരു സാഹചര്യം മോശമാക്കാനോ നിൽക്കാറില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല നേട്ടം, നല്ല ഒരു ഉയർച്ച വരുന്ന സാഹചര്യത്തിൽ ഒരു ഫങ്ഷൻ ഇവരങ്ങ് വരില്ല. എന്തെങ്കിലും ഒരു വലിയ കാരണം പറഞ്ഞ് ഇവരങ്ങ് മാറി നിൽക്കും. പക്ഷേ ആ കാരണം വലിയ ഒരു കളവായിരിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു സന്തോഷം അവിടെ പോയി. എത്ര ആളുകളുടെ എത്ര സന്തോഷം നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ ഇവർ ചെറിയ രീതിയിൽ ദേഷ്യപ്പെടും. ഇതല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കിയെടുക്കും. ഒരു ടോപ്പിക്ക്, എന്തെങ്കിലും ഒരു നിസാര ടോപ്പിക്കിന്റെ പേരിൽ അങ്ങ് ആർഗ്യൂ ചെയ്ത് തുടങ്ങും. എന്നിട്ട് ഒറ്റയടിക്ക് സൈലന്റ് ആയിട്ട് ഫോൺ കട്ട് ചെയ്തങ്ങ് പോകും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകും. ഈ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഒരു ഉള്ളിലൊരു ഗിൽട്ടുമായിട്ട് ആ ഒരു ഹാപ്പി സ്പെഷ്യൽ ഡേയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട വരും. ഇങ്ങനെ റാൻഡമായിട്ടുള്ള ഇമോഷൻസും ഒളിച്ചുകളിയും മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഓരോ സാഹചര്യത്തിലും ഓരോ സ്പെഷ്യൽ ഒക്കേഷൻസിലും ഓരോ ടോപ്പിക്സ് എടുത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ നല്ല നല്ല ദിവസങ്ങളെ ഇവർ പതിയെ പതിയെ ഇല്ലാതാക്കും. ഇനി ഇവർക്ക് അത്ര വലിയ ടോപ്പിക്കൊന്നും കിട്ടിയില്ല.
നിങ്ങളോട് പ്രശ്നമുണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന് പറ്റിയ സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും ഇവർക്കൊരു തന്ത്രമുണ്ട്. എല്ലാ മനുഷ്യർക്കും എപ്പോഴെങ്കിലും ഓരോ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരുപാട് വർഷങ്ങൾ മുന്നേയുള്ള ആ ഒരു മിസ്റ്റേക്കൊക്കെ പൊക്കി പിടിച്ചങ്ങ് വരും. ആ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി പ്രശ്നമുണ്ടാക്കി നിങ്ങൾക്കിടയിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ നിങ്ങൾക്കുള്ളിൽ ഒരു ഗിൽട്ടും ആ ഒരു സ്പെഷ്യൽ ഡേ മുഴുവനും നിങ്ങൾ അയാളുടെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഇങ്ങനെയും ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്യും. എത്ര വലിയ നേട്ടമാണെങ്കിലും ഒന്നെങ്കിൽ അത് നിസാരവൽക്കരിച്ച്, അല്ലെങ്കിൽ ഞാനും ചെയ്തിട്ടുണ്ട്, ഇതിപ്പോൾ ആർക്കും പറ്റുന്ന ഒന്നുമല്ലേ, ഇതത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല, ഇങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്രിട്ടിസൈസിങ് മുതൽ വലിയ മാനിപ്പുലേഷൻ വരെ. ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്? ഈ ഒരു ടോക്സിക് ബിഹേവിയർ കാരണം നിങ്ങൾക്കുള്ളിൽ വരുന്ന വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഈ ഒരു പാറ്റേൺ മുന്നോട്ട് പോകെ നിങ്ങൾ പറയും, സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ, അല്ലെങ്കിൽ എനിക്കൊരു താല്പര്യമില്ല, എനിക്ക് സ്പെഷ്യൽ ഡേ ഒന്നും വേണ്ട, ബർത്ത്ഡേ ഒന്നും ഞാൻ ആഘോഷിക്കാറേ ഇല്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ആലോചിച്ച് ഞാൻ ആ ദിവസം എങ്ങനെയോ ഒരുപാട് കഷ്ടപ്പെട്ടങ്ങ് പാസ് ചെയ്ത് വിട്ടു. സ്പെഷ്യൽ ഡേ ഈസ് ഈക്വൽ ടു എ പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ട്രോമ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കും. ഓരോ സ്പെഷ്യൽ ഡേയിലും എന്തോ വലിയ പ്രശ്നമുണ്ടാവും, ഞാൻ വളരെ സാഡായിട്ട് അവസാനം മാറും എന്നുള്ള ഒരു പാറ്റേണിൽ ബ്രെയിൻ അഡാപ്റ്റ് ആവും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ് അവോയ്ഡ് ചെയ്യുക. സ്പെഷ്യൽ ഡേയ്സിലേക്കൊന്നും കാലെടുത്ത് വെക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാസ് ചെയ്ത് പോവുക എന്നുള്ള ഒരു പാറ്റേണിലേക്ക് അങ്ങ് മാറും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാനും പാർട്ട്ണറുമായിട്ടൊരു പ്രശ്നം ഉണ്ടായല്ലോ, എൻ്റെ പാർട്ട്ണർ ഒരു നാർസിസ്റ്റ് ആണോ? അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. കാരണം ആർക്കും ഒരു മിസ്റ്റേക്ക് പറ്റാം, ആർക്കും മറവികൾ സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും ഒരു ഫങ്ഷൻ്റെ ഇടയിലോ സ്പെഷ്യൽ ഡേക്കിടയിലോ ദേഷ്യം വരാം, ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം. പക്ഷേ ഇവിടെ നിങ്ങൾ എല്ലായ്പ്പോഴും നാർസിസ്റ്റ് എന്നൊരു ടോപ്പിക് വരുമ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് പാറ്റേൺസ് ആണ്. ഒരേ സ്വഭാവം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര തവണ വന്നു? ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഇവരതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സറിഞ്ഞൊരു സോറി പറയുകയും അങ്ങനൊരു പ്രശ്നം വരാതെ ഫ്യൂച്ചറിൽ ബെറ്ററായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണം. അല്ലാതെ ഒറ്റയടിക്ക് ഒരാളെ നാർസിസ്റ്റ് എന്ന് പച്ചകുത്താനും പാടില്ല. അതും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇവിടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ രണ്ടു പേരും കൂടെ എൻജോയ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യും. പകരം ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഓരോ നേട്ടങ്ങൾക്കും ഒപ്പം ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും, ഒരു മത്സരമായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടിയാൽ അതിൽ കൂടുതൽ എനിക്ക് കിട്ടണം, അതിനി എത്ര വൃത്തികെട്ട സ്വഭാവം കാണിച്ച് പബ്ലിക്കായിട്ട് നിങ്ങളെ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും ആ അറ്റൻഷൻ അവർ നേടിയെടുക്കും. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നാർസിസ്റ്റും ഒരു ഹെൽത്തി പേഴ്സണും തമ്മിൽ ഇത്രയും വലിയ ഒരു വ്യത്യാസമുണ്ട്. ഒരാൾ ഒരുപാട് താഴെയും ഒരാൾ ഒത്തിരി മുകളിലുമാണ്. ആ ഒരു ദൂരവും ഡിഫറൻസും സ്വഭാവത്തിലുള്ള വ്യത്യാസവും നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഒരു റിലേഷൻഷിപ്പ് ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? ഇങ്ങനെ ഒരു പാർട്ട്ണറാണ് കൂടെ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യുക. അവരെപ്പോഴും ഈ ഓരോ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും
സംസാരിക്കുന്ന ഒന്നാണ്. നിങ്ങളോട് ഒന്നെങ്കിൽ ഒരു ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫംഗ്ഷന് വേണ്ടി വരുന്നില്ല. അങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ ചെയ്താലും നിങ്ങളൊരു ഇമോഷണൽ റിയാക്ഷൻ കൊടുക്കരുത്. പിന്നെ ഇവരൊരു നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആളാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇത് അവോയ്ഡ് ചെയ്യാം. എങ്ങനെ ഒരു സാഹചര്യത്തിലും ഈ ഒരു പേഴ്സണെ അവോയ്ഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പഠിച്ചെടുക്കുക. എല്ലാ സന്തോഷവും മറ്റൊരാൾ കൊണ്ടുതരേണ്ട ഒന്നല്ല എന്ന് അക്സെപ്റ്റ് ചെയ്യുക. സ്വന്തം സന്തോഷം സ്വയം കണ്ടെത്തേണ്ടതാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾ മുന്നോട്ടെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും സ്വന്തം സന്തോഷവും സമാധാനവും ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓരോ ഫങ്ഷൻസും ഇഷ്ടമുള്ള, നമുക്ക് സ്നേഹം തരും, സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വാസമുള്ള ആളുകളുടെ കൂടെ മാത്രം സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ അകറ്റി നിർത്തുക. എന്നിട്ട് ആ ഒരു എൻജോയ്മെൻറ്റ് എൻജോയ് ചെയ്യുക. സ്വന്തം ഹാപ്പി മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്കെന്താണോ സന്തോഷം, അത് നമ്മൾ സ്വയം സമയം കണ്ടെത്തി സാഹചര്യങ്ങൾ ഉണ്ടാക്കി ചെയ്ത് പഠിക്കണം. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സന്തോഷവും സമാധാനവും കൊണ്ടുപോകരുത്. അതൊരിക്കലും നല്ല ഒരു ഹെൽത്തി വേയിൽ അവസാനിക്കില്ല. കാരണം ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളിലുണ്ടാവുന്ന ഒരു ചെറിയ മാറ്റം പോലും സ്വന്തം സമാധാനവും സന്തോഷവും ഇല്ലാതാക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ പറയാവുന്നതാണ്. ആ ടോപ്പിക് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് ടീക്കു ടോക്സ്.